الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم وأعتزلكم وما تدعون من دون الله وأدعو ربي عسى ألا أكون بدعاء ربي شقيا فلما اعتزلهم وما يعبدون من دون الله وهبنا له إسحاق ويعقوب وكلا جعلنا نبيا ووهبنا لهم من رحمتنا وجعلنا لهم لسان صدق عليا ബഹുമാനിയായ സഹോദരന്മാരെ സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല തിരഞ്ഞെടുത്ത അമ്പിയാക്കളും അസ്ഹാബുകളും ഹവാരിജുകളുമായ നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമ്മളെല്ലാം ശ്രദ്ധിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും ഉണർത്തുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വിളി കേട്ട് അള്ളാഹു നിർബന്ധമാക്കിയ ഹജ്ജിന് വേണ്ടി ലോകത്തിന്റെ മുക്കുമൂലകളിൽ നിന്ന് തൽബിയത്ത് ചൊല്ലി മക്കയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മളെല്ലാം പെരുന്നാളും പ്രതീക്ഷിച്ച് നാട്ടിൽ ആ കർമ്മവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് ഹാജിമാര് മക്കയിലേക്ക് പോകുമ്പോൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആ തൽബിയത്ത്, ഞാനിതാ നിന്റെ വിളി കേട്ട് വരുന്നു എന്ന ആ ഒരു തൽബിയത്ത് കൊല്ലത്തിലൊരിക്കൽ ഹാജിമാർ ചെയ്യുന്നത് മാത്രമല്ല, എന്നും നമ്മുടെ ജീവിതത്തിലും അല്ലാഹുവേ നിന്റെ വിളി കേട്ട് ഞാനിതാ വരുന്നു എന്ന ആ ഒരു പ്രത്യുത്തരം നൽകൽ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ്. ഫഅബ്ദുർ റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, മരണം വരുന്നത് വരെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് അവനെ മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ജീവിക്കണമെന്നാണ് അള്ളാഹു എല്ലാ മനുഷ്യരോടും കൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ
ഏതൊരു ചെറിയതും വലിയതുമായ ജീവിത വ്യവഹാരങ്ങളിലും ആ ഒരു തൽബിയത്തില്ലാതെ നാം ജീവിതം പോകരുത്. അള്ളാഹുവിനെ മറന്ന് അള്ളാഹുവിന്റെ വഴിയിലേക്കല്ലാതെ നാം ജീവിച്ചു പോകരുത്. എന്തുകൊണ്ടെന്നാൽ ഏതായിരുന്നാലും അള്ളാഹുവിനെ കണ്ടുമുട്ടാതിരിക്കാൻ നമുക്കാർക്കും നിർവാഹമില്ല. ആ സമയത്ത് നമ്മുടെ ജീവിതത്തിനെ പറ്റി ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ, ചെറിയതും വലിയതുമായ ഒരു വാക്ക് പോലും അള്ളാഹുവിനോട് അതിനു പോലും മറുപടി പറയാതെ പരലോകത്ത് രക്ഷപ്പെട്ടു പോകാനുള്ള പഴുതും നമുക്കാർക്കുമില്ല. അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും ആ തൽബിയത്തിന്റെ ബോധം, അള്ളാഹുവേ നിന്റെ അടുക്കലേക്കാണെന്ന ബോധം നമുക്കുണ്ടായിരിക്കണം. ദുൽഹജ്ജ് 1 പിറന്നാൽ 1 കഴിഞ്ഞാൽ പിന്നീട് ആ തൽബിയത്തിന്റെ മറ്റൊരു ധ്വനിയാണ് അള്ളാഹുവിന് വേണ്ടി തക്ബീർ ചൊല്ലുക. എല്ലാവരിലും തക്ബീറിന്റെ ശബ്ദമുണ്ടായിരിക്കണം. പെരുന്നാളിന് പ്രത്യേകിച്ചും നമ്മൾ തക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കണം. അറഫ ദിനം വരെ തക്ബീറിലായിരിക്കും വിശ്വാസികളൊക്കെ. ബലികർമ്മം ചെയ്യാൻ നിശ്ചയിച്ച ആളുകൾ ദുൽഹജ്ജ് 1 മുതൽ അവരുടെ മുടിയിൽ നിന്നോ താടിയിൽ നിന്നോ മീശയിൽ നിന്നോ ശരീരത്തിൽ നിന്ന് ഒരു മുടി പോലും ബോധപൂർവം വെട്ടിക്കളയാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അതും ഹാജിമാർ ഇഹ്റാം ചെയ്താൽ ശരീരത്തിൽ നിന്ന് മുടിയെടുക്കാനും നഖമെടുക്കാനും പാടില്ലാത്തതുപോലെ പ്രത്യേകമായ ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ അവർ നിൽക്കണം എന്നതുപോലെ നാട്ടിലുള്ളവർക്ക് പ്രത്യേകമായ ഇഹ്റാമിന്റെ വസ്ത്രമൊന്നുമില്ലെങ്കിലും ദുൽഹജ്ജ് 1 മുതൽ ഉളുഹിയ്യത്ത് ബലികർമ്മം നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ള ആളുകൾ അവരുടെ നഖം മുറിക്കാനോ മുടിയെടുക്കാനോ പാടില്ല എന്ന് പറഞ്ഞതും നമ്മളൊക്കെ ആ പ്രവാചകന്മാരുടെ ദിശയിൽ ഹാജിമാരുടെ വഴിയിൽ നമ്മളും ഒരു തൽബിയത്തിലാണ് ജീവിക്കുന്നത് എന്ന ഒരു ബോധം നിലനിർത്താൻ വേണ്ടിയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമുക്ക് ബാക്കി വെച്ചത് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചു. ഒന്ന്, അള്ളാഹുവിനോടുള്ള ആ ഏകത്വം തന്നെയാണ്. നമ്മളെ ജീവിപ്പിക്കുന്നതാരാണോ, നമുക്ക് മരണം നൽകുന്നതാരാണോ, നമുക്ക് ആഹാരവും വെള്ളവും നൽകുന്നതാരാണോ, നമ്മളെ രോഗമുണ്ടായാൽ ചികിത്സിക്കാനേ നമുക്ക് കഴിയൂ, നമ്മളെ രോഗം മാറ്റിത്തരുന്നതാരാണോ, ഇനി നാളെ അള്ളാഹുവിന്റെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി തരാൻ ആരിൽ മാത്രമാണോ നമുക്ക് പ്രതീക്ഷയുള്ളത്, ആ ഒരു ഏകനായ അള്ളാഹുവിനെ മാത്രം ജീവിതത്തിൽ ആരാധനാക്രമങ്ങൾ നടത്തുകയും അവനോട് മാത്രം തേടുകയും അവനിൽ മാത്രം തവക്കുലാക്കുകയും ചെയ്യുന്ന ആ ഒരു തൗഹീദാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമുക്ക് വിട്ടുപോയത്. 2, ജീവിതത്തിൽ ഇബ്രാഹിം നബി വിട്ടുപോയ മറ്റൊന്ന് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ, എല്ലാം അള്ളാഹുവിൽ ബലമേൽപ്പിച്ചുകൊണ്ടുള്ള കാര്യം. നമ്മൾ ചെയ്യേണ്ടതെല്ലാം നമ്മൾ ചെയ്യണം. ജീവിതം നന്നായി തീരാൻ, നമ്മുടെ മക്കളുടെ ജീവിതം നന്നാക്കിയെടുക്കാൻ, നമ്മുടെ തന്നെ കാര്യങ്ങൾ ആരോഗ്യവും ആയുസ്സും സുഖകരമായ അവസ്ഥ ഉണ്ടാക്കി തീർക്കാൻ നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ മടികൂടാതെ നമ്മൾ ചെയ്യണം. എന്നാൽ എന്തു ചെയ്താലും ബാക്കി തവക്കൽതു അലല്ലാഹ്, ഞാൻ അല്ലാഹുവിൽ ഏൽപ്പിച്ചിരിക്കുന്നു. എന്തൊരു പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായാലും പ്രാർത്ഥിക്കണം നമ്മൾ, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി തേടണം നമ്മൾ. എന്നിട്ടും അതിന്റെ ഒക്കെ പുറമെ ഹസ്ബി അല്ലാഹു വനിഅമൽ വകീൽ, അള്ളാഹുവാണ് എനിക്ക് മതിയായവൻ, അവനിലാണ് ഞാൻ എന്റെ ഭാരങ്ങളെല്ലാം ഇറക്കി വെച്ച് ഞാൻ എന്റെ വക്കാലത്ത് കൊടുക്കുന്നത്, എന്റെ ഭരമേൽപ്പിക്കുന്നത് എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ. അതെന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബാക്കി വെച്ച മറ്റൊന്ന് അൽ വലാഉ വൽ ബറാഅ്. ഒരു വിശ്വാസിക്ക് ബന്ധപ്പെടാൻ പാടില്ലാത്തതിൽ നിന്നെല്ലാം നമ്മൾ മോചിച്ച് നിൽക്കണം. നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും നമ്മുടെ ജീവിതത്തിലും നമുക്ക് പാടില്ലാത്തത് എന്താണോ, നിഷിദ്ധമായത് എന്താണോ, അതിൽ നിന്നെല്ലാം നമ്മൾ മാറി നിൽക്കുകയും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ആരോടെല്ലാം എന്തിനോടെല്ലാമാണോ നമുക്ക് ബന്ധം, ആ ബന്ധം നമ്മൾ നിലനിർത്തുകയും ചെയ്യണം. ഒന്നാമതായി നമ്മുടെ ബന്ധം അള്ളാഹുവിനോടാണ്.
അള്ളാഹുവിന്റെ പ്രവാചകനോടാണ്, നമ്മുടെ മാതാപിതാക്കളോടാണ്, നമ്മുടെ മക്കളോടാണ്, നമ്മുടെ ഭാര്യ ഭർത്തൃ കുടുംബങ്ങളോടാണ്, സമൂഹത്തിനോട് മൊത്തമാണ്. പ്രത്യേകിച്ചും സമൂഹത്തിലെ അവശരും കഷ്ടപ്പെടുന്നവരുമായ ആളുകളോടാണ് നമ്മുടെയൊക്കെ ബന്ധം. ആ ബന്ധം സത്യസന്ധമായി നിലനിർത്താൻ നമുക്ക് സാധിക്കണം. എന്നാൽ ബന്ധം പാടില്ലാത്ത എല്ലാ മേഖലകളിൽ നിന്നും വാക്കിലും പ്രവൃത്തിയിലും തെറ്റാണെന്ന് അള്ളാഹു റസൂലും പഠിപ്പിച്ച എന്തിൽ നിന്നും നമ്മൾ മാറ്റി വെക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമുക്ക് വിട്ടേച്ചു പോയ ഗൗരവമായ ഒരു കാര്യമാണത്. അദ്ദേഹം വിശ്വാസത്തിന് വേണ്ടി, അള്ളാഹുവിന് വേണ്ടി ഉപ്പയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരേണ്ടി വന്നു. നാട്ടുകാരിൽ നിന്നെല്ലാം മാറി നിൽക്കേണ്ടി വന്നു. ഭരണകൂടത്തിൽ നിന്ന് വരെ തിന്മ കൽപ്പിച്ചപ്പോൾ, അള്ളാഹുവിനുള്ള വിശ്വാസത്തിന് എതിര് കൽപ്പിച്ചപ്പോൾ മാറി നിൽക്കേണ്ടി വന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ആ ഒരു മാതൃക, തിന്മയിൽ നിന്ന് മാറി നിൽക്കുക. ഞാൻ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു, നിങ്ങൾ അള്ളാഹുവിന് പുറമെ പ്രാർത്ഥിക്കുന്ന എല്ലാ വസ്തുവിൽ നിന്നും ഞാൻ മാറി നിൽക്കുന്നു. അദ്ദേഹം അതാണ് എല്ലാ ബന്ധങ്ങളും പുലർത്തി. മാതാപിതാക്കളോടുള്ള, രാജ്യത്തിനോടുള്ള, രാജ്യത്തിലെ ഭരണാധികാരികളോടുള്ള, സമൂഹത്തിനോടുള്ള എല്ലാ ദുന്യവിയായ ഭൗതികമായ ബന്ധവും അദ്ദേഹം പുലർത്തി. അവരോടൊക്കെ നന്മ ചെയ്തു, അവർക്കൊക്കെ സത്യസന്ധമായി ജീവിച്ചു. പക്ഷേ അള്ളാഹുവിന്റെ കാര്യത്തിൽ അല്ലാതെ മറ്റൊരാളെയും പ്രാർത്ഥിക്കുകയില്ല എന്ന ആ ഒരു വിഷയത്തിൽ അദ്ദേഹം എല്ലാത്തിനോടും ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്ന, വിളിച്ചു തേടുന്ന എല്ലാത്തിൽ നിന്നും ഞാനിതാ മാറി നിൽക്കുന്നു. എന്റെ റബ്ബിനോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ. എന്റെ റബ്ബിനോട് മാത്രം പ്രാർത്ഥിച്ചിട്ട് ഞാൻ പരാജയപ്പെടുകയില്ല എന്നാണ് എന്റെ പ്രതീക്ഷ. ആ ഒരു പ്രതീക്ഷയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം നമുക്ക് ബാക്കി വെച്ചത്. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, സമൂഹത്തിന്റെ കൂടെ നടന്നിട്ടില്ലെങ്കിൽ, പാരമ്പര്യത്തിനോടൊപ്പം ജീവിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടു പോകുമോ, ഞാൻ എന്തെങ്കിലും കൊള്ളരുതാത്തവനാകുമോ, തോന്നിവാസം ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ പരിഷ്കാരിയല്ലാതെയാകുമോ, ഒന്നും ഭയപ്പെടേണ്ടതില്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ മാത്രം ജീവിച്ചത് കൊണ്ട് ഞാൻ ഒരിക്കലും നിർഭാഗ്യവാനായി തീരുകയില്ല, നിരാശനായി തീരേണ്ടതില്ല എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം നമുക്ക് പഠിപ്പിച്ചു തന്ന ആ ഒരു ഈമാനിൽ കൂടി കിട്ടുന്ന വിജയ പ്രതീക്ഷയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം നമുക്ക് ബാക്കി വെച്ചത്. അതാണിപ്പോൾ നമ്മൾ ഓർക്കേണ്ടത്. ഹാജിമാരെ യാത്ര അയച്ചിട്ടും ഹാജിമാരുടെ വിവരങ്ങൾ അറിഞ്ഞും ഒരു ഹജ്ജ് കാലം കാത്തിരിക്കുന്ന, ഒരു ബലിപെരുന്നാൾ കാത്തിരിക്കുന്ന നമുക്ക് ആ ബലിപെരുന്നാളിന്റെ ചരിത്രത്തിന്റെ പിന്നിൽ ബാക്കി വെച്ച ഈ ഒരു പ്രതീക്ഷാബോധം, ഞാൻ പടച്ചവനെതിരായിട്ടുള്ള എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുകയാണ്, എനിക്ക് പ്രതീക്ഷയുണ്ട്, അതുകൊണ്ട് എനിക്ക് ഭാഗ്യക്കുറവുണ്ടാവില്ല. അങ്ങനെ അല്ലാഹു അല്ലാത്തവരിൽ നിന്ന്, അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയിൽ നിന്ന്, അല്ലാഹു അല്ലാത്തവരുടെ അവരാരാധിച്ചിരുന്ന ആ സകല വസ്തുവിൽ നിന്നും അദ്ദേഹം മാറി നിന്നപ്പോ അദ്ദേഹത്തിന് ഇസ്ഹാഖിനെ നൽകി. നാം വലിയൊരു പാരമ്പര്യം, വിശ്വാസികളുടെ പാരമ്പര്യത്തിന്റെ തുടക്കം അദ്ദേഹത്തിൽ കൂടി ഉണ്ടായി. വിശുദ്ധമായ ഒരു ജീവിതം ജീവിച്ചപ്പോ ഞാൻ അദ്ദേഹത്തിന് ഇസ്ഹാഖിനെ നൽകി, യാക്കൂബിനെ നൽകി. അതിനുശേഷം ഒരുപാട് നബിമാരുടെ പരമ്പര അല്ലാഹു തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ സന്തതികളിൽ കൂടി നൽകി. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വകുല്ലൻ ജഅൽനാ നബിയ, ആ മക്കളെ ഒക്കെ തന്നെ ഞാൻ പ്രവാചകന്മാരാക്കി. വവഹബ്നാ ലഹും മിർ റഹ്മത്തിനാ, എന്റെ റഹ്മത്ത് അവർക്ക് ഞാൻ ധാരാളമായി ദാനം നൽകി. വജഅൽനാ ലഹും ലിസാന സിദ്ഖിൻ അലിയ, അത്യുത്തമമായ സത്യത്തിന്റെ പ്രശസ്തി ആ അമ്പിയാക്കന്മാരിൽ കൂടി ലോകത്തെന്നും ഞാൻ നിലനിർത്തി. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് തിരിയുകയും അതിനുവേണ്ടി ഉപേക്ഷിക്കേണ്ടതെല്ലാം ഉപേക്ഷിക്കുകയും ചെയ്തപ്പോൾ അല്ലാഹു തആല ഇബ്രാഹിമിന് നൽകിയ
ആ ഒരു വലിയ മഹാഭാഗ്യം അമ്പിയാക്കന്മാരുടെ പിതാവായി, അമ്പിയാക്കന്മാരുടെ മാർഗദർശിയായി, അമ്പിയാക്കന്മാരുടെ പരമ്പരകളുടെ മുകളിലിരിക്കാനും അദ്ദേഹത്തിൽ കൂടി നബിമാരെ അല്ലാഹു തആല നിയോഗിച്ചുകൊണ്ട് മനുഷ്യർക്ക് ഹിദായത്ത് നൽകുന്ന നബിമാരെ അദ്ദേഹത്തിന്റെ മക്കളാക്കി മാറ്റാനും ഒക്കെയുള്ള മഹാഭാഗ്യം നൽകി. ഇത് അല്ലാഹു നമുക്ക് ഈ ചരിത്രം പഠിപ്പിച്ചു തരുന്നത്, പടച്ചവന്റെ മാർഗത്തിൽ ജീവിച്ചാൽ, അള്ളാഹുവിന് വേണ്ടി ഉപേക്ഷിക്കേണ്ട തിന്മകൾ ഉപേക്ഷിച്ചാൽ, അള്ളാഹുവിന് വേണ്ടി കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ അനുസരിച്ച് ആരായിരുന്നാലും ജീവിച്ചാൽ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തും എന്നത് തന്നെ. ഇതാണ് ഇബ്രാഹിം നബി നൽകിയ ആ ഒരു യുവത്വം ഉണ്ടല്ലോ. ഇബ്രാഹിം, ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ, അദ്ദേഹം പഠിച്ചവൻ മാത്രം മതി, അള്ളാഹിന്റെ മാർഗം മതി എന്ന് പറഞ്ഞ് നടക്കുന്ന ആ ചെറുപ്പക്കാരനായിരുന്നു ഇബ്രാഹിം. ആ യുവത്വകാലത്ത് തന്നെ അദ്ദേഹം പഠിച്ചവന്റെ മാർഗത്തിൽ ജീവിച്ചു എന്നതാണ് അദ്ദേഹം നമുക്ക് നൽകിയ പാഠം. യുവാക്കൾ വഴി തെറ്റിപ്പോകുന്ന ഒരു കാലഘട്ടത്തിലാണ്. വയോവൃദ്ധന്മാരായാൽ തെറ്റിപ്പോകാനുള്ള ആവതില്ല. കുട്ടികളാണെങ്കിൽ അവർക്ക് അറിയുകയുമില്ല. യുവത്വം ഉണ്ടായിക്കഴിഞ്ഞാൽ, സമ്പത്തും ആരോഗ്യവും ഉണ്ടായിക്കഴിഞ്ഞാൽ അള്ളാഹുവിൽ നിന്ന് തെറ്റിപ്പോകാനുള്ള എല്ലാ സാഹചര്യവുമുള്ള ഒരു സന്ദർഭത്തിലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമുക്ക് ഒരു യുവത്വത്തെ കാണിച്ചു തരുന്നത്. തന്നിൽ കൂടി അള്ളാഹുവിന്റെ മാർഗത്തിൽ മാത്രം ജീവിച്ച ഒരു മനുഷ്യൻ, ഒരു യുവാവ്, അള്ളാഹുവിന്റെ ഇബാദത്ത് ചെയ്തുകൊണ്ട് മാത്രം വളർന്ന യുവാക്കളെ അള്ളാഹു തആല പ്രത്യേകമായി പ്രശംസിക്കുകയും അർശിന്റെ തണൽ പരലോകത്ത് നൽകുമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തതായിട്ട് കാണാം. സഹോദരങ്ങളെ, ഇബ്രാഹിം നബിയുടെ ആ യുവത്വം ആയിരിക്കണം നമ്മുടെയും യുവത്വം. ഇബ്രാഹിം നബിയുടെ പ്രതിജ്ഞയായിരിക്കണം ഇത്. ഇബ്രാഹിം നബിയോട് അല്ലാഹു പറഞ്ഞു, മുസ്ലിം ആവ്. ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഞാൻ റബ്ബുൽ ആലമീന് വേണ്ടി മുസ്ലിമായി കീഴ്പ്പെട്ടു എന്ന് പറഞ്ഞു. അതായിരിക്കണം നമ്മളെ ഇസ്ലാം. റേഷൻ കാർഡിലെ മുസ്ലിം ആവരുത് നമ്മൾ. സർട്ടിഫിക്കറ്റിലെയും റേഷൻ കാർഡിലെയും മുസ്ലിം മാപ്പിള, ഇസ്ലാം മുസ്ലിം എന്ന വെറും പേരിലുള്ള മുസ്ലിം അല്ല ഇബ്രാഹിം നബി നമുക്ക് കാണിച്ചു തന്ന ഇസ്ലാം. നമ്മൾ മുസ്ലിങ്ങളാവണം. അത് ജന്മനയല്ല, കർമ്മത്തിൽ കൂടി. അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീന് കീഴ്പ്പെട്ടു എന്ന പ്രവർത്തനത്തിൽ കൂടിയാണ് അദ്ദേഹം നമുക്ക് ഇസ്ലാം പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ടാണ് മകനെയും ഭാര്യയെയും മക്കത്ത് വിജനമായ സ്ഥലത്ത് കൊണ്ടുചെന്ന് വെക്കണം, നീ തിരിച്ചു പോരണം എന്ന് പറഞ്ഞപ്പോ അത് കീഴ്പ്പെടാൻ അദ്ദേഹം തയ്യാറായത്. കൂടെ ഓടിച്ചാടി നടക്കാൻ പ്രായമായ മകനെ അറുക്കണം എന്ന് പറഞ്ഞപ്പോൾ മീനായിലേക്ക് കത്തിയും കയറും എടുത്ത് മകന്റെ കൈ പിടിച്ചു പോകാനുള്ള മനക്കരുത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് നൽകിയത്. അതിന് ഞാൻ തയ്യാറാണ്. ഞാൻ എന്റെ പിതാവേ, നിങ്ങളോട് എന്നെ അറുക്കാനാണ് കൽപ്പിച്ചതെങ്കിൽ നിങ്ങൾ എന്നെ അറുത്തുകൊള്ളൂ. ഞാൻ ക്ഷമിച്ച് അള്ളാഹുവിന്റെ കൽപ്പനക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കാം എന്ന രണ്ട് മുസ്ലിം, ഒരു മുസ്ലിമായ ഉപ്പയും മുസ്ലിമായ മകനും ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമുക്ക് ബാക്കി വെച്ചിട്ടുണ്ട്. ആ മുസ്ലിം ആയിരിക്കണം നമ്മൾ. അല്ലാഹു തആല നമ്മളോടും അങ്ങനെയുള്ള കൽപ്പനകൾ നൽകിയിട്ടുണ്ട്. മകനെ അറുക്കാൻ കൽപ്പിച്ചിട്ടില്ല, ഒരു ബലികർമ്മം നടത്താനേ കൽപ്പിച്ചിട്ടുള്ളൂ. മക്കളെ കൊണ്ടുപോയി എവിടെയെങ്കിലും വെക്കാൻ കൽപ്പിച്ചിട്ടില്ല. മക്കളെ മുസ്ലിമീങ്ങളായി വളർത്താനേ നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളൂ. അതിനെങ്കിലും നമ്മൾ മുസ്ലിങ്ങളായി ജീവിക്കണം. യാ അയ്യുഹന്നാസ് വഅബ്ദു റബ്ബക്കും, മനുഷ്യരെ റബ്ബിനെ ആരാധിച്ചുകൊണ്ട് ജീവിക്കണം. അള്ളാഹുവിന്റെ കൽപ്പന നമ്മളോട് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ മുസ്ലിങ്ങളായിട്ടുണ്ടോ? നമ്മൾ റബ്ബിനോട് കൽപ്പിച്ച് ജീവിക്കുന്നുണ്ടോ? ഒക്കുമിന ശാക്കിരീൻ, നീ നന്ദിയുള്ളവരായിരിക്കണം. അള്ളാഹു നൽകിയ ആരോഗ്യത്തിനും സമ്പത്തിനും നന്ദിയോടുകൂടി ജീവിക്കണം. അള്ളാഹു നമ്മളോട് കൽപ്പിച്ചതാണ്. നമ്മൾ നന്ദി ചെയ്തുകൊണ്ട് മുസ്ലിമായിട്ടുണ്ടോ? നിങ്ങൾ സത്യസന്ധന്മാരുടെ കൂട്ടത്തിൽ പെടണം. അള്ളാഹു തആല നമ്മളോട് കൽപ്പിച്ചു. ഇബ്രാഹിം നബിയോട് കൽപ്പിച്ച പോലെയുള്ള കടുകടുത്ത കൽപ്പനകളൊന്നുമില്ല. സത്യം മാത്രം പറയണം, ആരെയും ഉപദ്രവിക്കരുത്. വഅഹ്സിനു, ജനങ്ങൾക്ക് നന്മ ചെയ്തു കൊടുക്കണം. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, ജനങ്ങൾക്ക് നന്മ ചെയ്തു കൊടുക്കുന്നവനെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു. അള്ളാഹുവിനെ മാത്രം വിളിച്ചു തേടണം. അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കണം. ഇതൊക്കെയുള്ള കൽപ്പനകൾ ചെയ്യാവുന്ന കൽപ്പനകളാണ്
ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോടും നമ്മളോടും അല്ലാഹു കൽപ്പിച്ചത് കുറെ കൂടി കടുത്ത കൽപ്പനകൾ അദ്ദേഹം നിറവേറ്റിക്കൊണ്ട് ഇസ്ലാമിന്റെ മാതൃക അദ്ദേഹത്തിൽ കൂടി അല്ലാഹു നമുക്ക് കാണിച്ചു തന്നു. ആ മാതൃക പിൻപറ്റിക്കൊണ്ട് ജീവിക്കുക എന്നതാണ് സഹോദരന്മാരെ. എങ്കിലേ ഈ ഹജ്ജ്, ഈ പെരുന്നാള്, ഇതിനൊക്കെ ഒരർത്ഥം ഉണ്ടാവുകയുള്ളൂ എന്ന് കൂടി മനസ്സിലാക്കുക. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ അനുയായികളുടെ കൂട്ടത്തിൽ പെടാൻ നമ്മളെ കൊണ്ടാവേണ്ടത് എന്തൊക്കെയുണ്ടോ ആ മാർഗത്തിലേക്ക് വരിക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോടും അല്ലാഹു കൽപ്പിച്ചു, നമ്മളോടും അല്ലാഹു കൽപ്പിച്ചു. കുറച്ച് കടുകടുത്ത കൽപ്പനകളാണ് അദ്ദേഹത്തോട് കൽപ്പിച്ചത്. എന്നാൽ കടുപ്പമില്ലാത്ത ചെയ്യാവുന്ന കൽപ്പനകളാണ് അള്ളാഹു നമ്മളോട് കൽപ്പിച്ചത്. ആ ഇബ്രാഹിം നബിയുടെ കൂടെ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന് പറയുന്ന നമ്മൾ ആ ഇബ്രാഹിം നബിയുടെ കൂടെ പരലോകത്ത് എത്തിപ്പെടണമെങ്കിൽ ഈ ബാഹ്യമായ ആഘോഷങ്ങളും ജാടകളും കൊണ്ട് മാത്രമായില്ല, നമ്മളോട് കൽപ്പിച്ച കൽപ്പനകളിലേക്കും നമ്മൾ വരണം. അതാണ് നമ്മുടെ ജീവിതം. അള്ളാഹു സ്വീകരിക്കപ്പെടണം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ്, റബ്ബേ ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണം. വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ഞങ്ങളുടെ ജീവിതത്തിൽ വല്ലതും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ പുറത്തു തരണം. നിരന്തരമായ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയാണ്. ഇതിനൊക്കെ നമ്മളെ കൊണ്ടാവുന്ന വിധം അദ്ദേഹത്തിന്റെ കൂടെ കൂടാൻ കഴിഞ്ഞെങ്കിലേ നമ്മളും ഇബ്രാഹിം നബിയുടെ അനുയായികളിൽ ഇന്ന ഔലന്നാസി ബി ഇബ്രാഹിം അല്ലദീന തബഉ, ഇബ്രാഹിമിനോട് അദ്ദേഹത്തെ പിൻപറ്റി ജീവിക്കുന്നവരാണ് ഇബ്രാഹിം നബിയോട് അടുത്തവർ എന്ന് അല്ലാഹു തആല പഠിപ്പിച്ച ആ കൂട്ടത്തിൽ ഉൾപ്പെടുകയുള്ളൂ. അതിൽ ഉൾപ്പെടാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് തിരിച്ചു വരിക. ഏകനായ റബ്ബിനെ മാത്രം വിളിച്ചു തേടുന്ന തൗഹീദിന്റെ അനുയായികളായി മാറുക. ജീവിതവും മരണവും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു തെൽബിയത്താക്കി മാറ്റുക. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന ആ ഇതാ വരുന്നു, ഞങ്ങൾ നിനക്ക് ഉത്തരം ചെയ്യുന്നു എന്ന തെൽബിയത്തിന്റെ സന്ദേശം ജീവിതത്തിൽ എപ്പോഴും നിലനിർത്തുക. അള്ളാഹു അതിന് നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബങ്ങൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാം കഴിവും തൗഫീഖും അറിവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. പ്രിയാക്കന്മാരുടെയും ഔലിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും കൂട്ടത്തിൽ അല്ലാഹു നമ്മളെയും പരലോകത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. വിശുദ്ധമായ ജീവിതം ജീവിച്ച് സത്യസന്ധരായ മുസ്ലിമീങ്ങളിൽ അല്ലാഹു നമ്മളെല്ലാം ഉൾപ്പെടുത്തുമാറാവട്ടെ. സഹോദരങ്ങളെ, ഒരു പാവപ്പെട്ട മനുഷ്യൻ രോഗിയായി കാലിന് ബുദ്ധിമുട്ടുണ്ടായി നടക്കാൻ കഴിയാത്ത ഒരാളിവിടെ വന്നിട്ടുണ്ട്. എല്ലാവരും കഴിയുന്ന മാതിരി സഹായിക്കാൻ അള്ളാഹു നമ്മിൽ നിന്ന് എല്ലാം സ്വീകരിച്ച് നമ്മുടെ പാപങ്ങൾ പുറത്തു തന്ന് വിശ്വാസികളുടെ കൂട്ടത്തിൽ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. രോഗികളും കഷ്ടപ്പെടുന്നവരുമായ ആളുകൾ അവരുടെ രോഗം അല്ലാഹു തആല ശമിപ്പിക്കുമാറാവട്ടെ. മരിച്ചുപോയ ആളുകൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.